കൗതുകവും അതിലേറെ അത്ഭുതവും തോന്നുന്ന ഒരു പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ. അതായത് മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു സാങ്കേതിക വിദ്യ ഉടൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ. ഈ സാങ്കേതിക വിദ്യ എന്താണെന്ന് അറിയുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടും. കാരണം ചൈനീസ് ഗവേഷകർ താമസിയാതെ പുറത്തിറക്കാനൊരുങ്ങുന്നത് ഒരു കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യാകാരമുള്ള റോബോട്ടിനെയാണ്. ഇതിന്റെ പ്രാഥമിക രൂപം 2026 തന്നെ പരിചയപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഗർഭധാരണം നടത്താൻ ശേഷിയുള്ള റോബോട്ട് എന്നും ഇതിന് വിവരണമുണ്ട്. സ്ത്രീകളിലെ ഗർഭപാത്രത്തിന്റെ എല്ലാ പ്രവർത്തനശേഷിയും ഉള്ളതാണ് റോബോട്ടിന്റെ ഈ കൃത്രിമ ഗർഭപാത്രം. നിലവിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് സ്ത്രീകൾ ആവശ്യമില്ലാത്ത ഈ ഗർഭധാരണത്തിനും പ്രസവത്തിനും കൂടി വേണ്ടി വരിക ഏകദേശം 12 ലക്ഷം രൂപയായിരിക്കും. ഈ പദ്ധതിക്ക് പിന്തുണ നൽകുന്നവർ പറയുന്നത് കുട്ടികളില്ലാത്തവർക്ക് അത്യന്തം ആഹ്ലാദകരമായ വാർത്തയാണ് ഇതെന്നാണ്. എന്നാൽ പ്രകൃതിദത്തമായ മാതൃത്വം എന്ന പ്രക്രിയ മായ്ച്ചു കളഞ്ഞാൽ മനുഷ്യരാശി വൻ ഭവിഷ്യത്തിനെ നേരിടേണ്ടി വരാമെന്ന മുന്നറിയിപ്പാണ് പുതിയ കണ്ടുപിടുത്തത്തെ ഭയപ്പാടോടെ കാണുന്നവരെ നൽകുന്നത്. നിയമപരമായ ഒട്ടനവധി ചോദ്യങ്ങളും ഇത്തരം ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ചൈനീസ് അധികാരികൾ ഇതിനെക്കുറിച്ച് പഠിച്ച് പുതിയ നയരൂപീകരണത്തെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം. ഗുവാങ്ചോ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന കൈവ് ടെക്നോളജി കമ്പനിയാണ് ഈ പുതിയ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ബെയ്ജിങ്ങിൽ നടന്ന റോബോട്ട് കോൺഫറൻസിലാണ് കൃത്രിമ ഗർഭപാത്രം പേറുന്ന മനുഷ്യാകാരമുള്ള റോബോട്ടിനെ വികസിപ്പിക്കുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സാങ് കിഫങ് ശാസ്ത്രം അവിടെ എത്തിക്കഴിഞ്ഞുവെന്ന് പ്രഖ്യാപിച്ചത്. അടുത്ത ഘട്ടം കൈവ ടെക്നോളജി വികസിപ്പിച്ച ഗർഭപാത്രം ഒരു റോബോട്ടിന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുക എന്നതായിരിക്കും. അതിനുശേഷം ശരിക്കുള്ള മനുഷ്യൻ അതുമായി ഇടപെട്ട് ഗർഭധാരണം നടത്താൻ സാധിക്കും. ഒപ്പം ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ വളരാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് അവിശ്വസനീയമായ കാര്യമൊന്നുമല്ല. ഗർഭപാത്രത്തിന്റെ സവിശേഷതകൾ നേരത്തെ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട്. കൃത്രിമമായി സൃഷ്ടിച്ച് അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു നൽകാൻ പൊക്കിൾക്കൊടിയുടെ പ്രവർത്തനത്തിനു വേണ്ട ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുന്ന ട്യൂബും അടങ്ങുന്ന ഉപകരണ സംവിധാനവുമാണ് ഇതിലുള്ളത്. അമേരിക്കൻ ഗവേഷകർ 2017 വളർച്ചയെത്താത്ത ആട്ടിൻകുട്ടികളെ സമാനമായ ജൈവ ബാഗുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലം ഭ്രൂണം റോബോട്ടിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഡോക്ടർ സാങ്ങും സഹഗവേഷകരും പറയുന്നത്. സ്ത്രീകളെ സമീപിച്ച് വാടക ഗർഭപാത്രം സംഘടിപ്പിക്കുന്ന നിലവാരത്തിലെ രീതിയേക്കാൾ ചെലവ് കുറവായിരിക്കും റോബോട്ട് ഗർഭധാരണ സംവിധാനത്തിന് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏകദേശം 1 ലക്ഷം യുവാൻ അല്ലെങ്കിൽ 11,000 പൗണ്ടാണ് ഇതിന് ചെലവ് വരാൻ സാധ്യത. ചൈനയിൽ വന്ധ്യത വ്യാപകമാകുകയാണ്. 2007 12% താഴെയായിരുന്നു ഇത്. എന്നാൽ 2020 18% ഉയർന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും അഥവാ IVF അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. റോബോട്ടിക് ഗർഭധാരണത്തെ സ്വാഗതം ചെയ്ത് ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല കുടുംബങ്ങളും കുട്ടികൾ ഉണ്ടാക്കാനായി സമ്പാദ്യം മുഴുവൻ ചെലവിടുന്നു. കൃത്രിമ ഗർഭധാരണം പരാജയപ്പെടുന്നത് മാനസികവും സാമ്പത്തികവുമായ നിരാശയാണ് പലർക്കും സമ്മാനിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ വേണ്ടത് പ്രഗ്നൻസി റോബോട്ടുകൾ തന്നെയാണ് എന്ന് പറയുന്ന കമന്റുകൾ നിരവധിയാണ്. റോബോട്ടുകൾ ഗർഭം പേറുന്ന രീതി മോശമായ മാർഗമാണ് എന്ന പ്രചരണത്തെ എതിർക്കുന്നവരും ഒട്ടും കുറവല്ല. ഗർഭധാരണം യന്ത്രങ്ങൾക്ക് കരാർ നൽകി നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നന്നായിരിക്കില്ലെന്നാണ് ഇക്കൂട്ടരുടെ വാദം. അതോടെ അമ്മ മക്കൾ ബന്ധം കലർപ്പുള്ളതായി തീരാം. പോരെങ്കിൽ സമൂഹം രക്ഷകർത്തൃത്വം എന്ന ആശയത്തെ കാണുന്ന രീതിക്കും മാറ്റം വരാം. മാത്രമല്ല ഇത് സ്ത്രീകളുടെ അന്ത്യം കുറിക്കുമെന്നാണ് കൃത്രിമ ഗർഭപാത്രം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫെമിനിസ്റ്റ് ഫിലോസഫർ ആൻഡ്രിയ ഡോർക്കിൻ പറഞ്ഞത്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും റോബോട്ടിക് ഗർഭധാരണം എന്ന ആശയം പ്രചരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ളവരുണ്ട്. ഫിലാഡൽഫിയയിൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഗവേഷകർ 2022 ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഗർഭധാരണം സ്വാഭാവികമായി ജീവിച്ചു തീർക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിനെ പത്തോളജി എന്ന അവസ്ഥയായി മാറ്റിക്കളയുന്ന അപകടമാണ് ഇതിൽ പതിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ നിലവിലുള്ള നിയമത്തെ മറികടന്ന് നീങ്ങുകയാണ് ശാസ്ത്രം.
കൈവ ടെക്നോളജിയും ഗുവാങ്ഷോ പ്രവിശ്യയിലെ അധികാരികളും തമ്മിൽ പുതിയ സാഹചര്യം എങ്ങനെ നേരിടണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്ത് നിയന്ത്രണങ്ങളാണ് ഇത്തരം ഗർഭധാരണത്തിന് കൊണ്ടുവരേണ്ടത് എന്നാണ് പ്രധാന ചർച്ച. ഉദാഹരണത്തിന്, റോബോട്ട് പ്രഗ്നൻസി വഴി കുട്ടി ഉണ്ടായാൽ ആരെയാണ് അതിൻ്റെ രക്ഷകർത്താവ് എന്ന് വിളിക്കേണ്ടത്? അങ്ങനെ ജനിക്കുന്ന കുട്ടിക്ക് എന്തെന്ത് അവകാശങ്ങളാണ് രാജ്യം നൽകേണ്ടത്? പുതിയ സാഹചര്യത്തിൽ അണ്ടത്തിനും ബീജത്തിനും കൃത്രിമ ഗർഭപാത്രത്തിനുമൊക്കെ കരിഞ്ചന്ത ഉണ്ടാകില്ലെന്ന കൈവ ടെക്നോളജി പോലെയുള്ള സ്ഥാപനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതേസമയം റോബോട്ട് ഗർഭധാരണത്തിന് ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ലെന്നും ഇവർ തന്നെ പറയുന്നു. ഗർഭധാരണം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഇത് ഏറെ പ്രതീക്ഷകൾ പകരുന്നതാണ്. ഒപ്പം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്കും ആഹ്ലാദകരമായ വാർത്തയാണ്. എന്നാൽ ഇത്തരം സംവിധാനം ഉയർത്തുന്ന ഭീഷണികളും വ്യക്തമാണ്. കുട്ടികളുടെ ജനനം വ്യാപാരച്ചരക്കാക്കുന്നു, മനുഷ്യബന്ധങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നു, പ്രത്യുൽപാദനം മനുഷ്യരിൽ നിന്ന് യന്ത്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നത് അപ്രതീക്ഷിത പ്രശ്നങ്ങളിലേക്കും ഉറപ്പായും നയിച്ചേക്കാം. ഇതൊക്കെയാണെങ്കിലും 2026 അമ്മയിൽ നിന്നല്ലാതെ യന്ത്രപരിപാലനം മാത്രമേറ്റ് ആദ്യമായി ഒരു മനുഷ്യക്കുട്ടി പിറന്നേക്കാം. ഇത് പുരോഗതി വിളംബരം ചെയ്യുന്ന നിമിഷമായിരിക്കുമോ അതോ വിനാശകരമായ പ്രതിസന്ധി ആയിരിക്കുമോ നൽകുക എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.